बच्चों, हमारी हिंदी पुस्तक का पहला पाठ है अनुताप। पाठ का नाम क्या है? अनुताप। हाँ, लेखक कौन है? लेखक हैं सुकेश साहनी। सुकेश साहनी की एक लघु कथा है अनुताप। लघु कथा क्या है? लघु कथा എന്ന് പറഞ്ഞാൽ എന്താ? यह कहानी का एक रूप है. कहानी का एक प्रकार है. കഥയുടെ ഒരു രൂപം തന്നെയാണ്, ഒരു തരം തന്നെയാണ് ലഘുകഥ എന്ന് പറയുന്നത്. ഇതിൽ ഏതെങ്കിലും ഒരു പ്രത്യേക ഘടനയെ അടിസ്ഥാനമാക്കിയിട്ടുള്ള സംഭവങ്ങൾ ആയിരിക്കും. अनुताप. अनुताप शब्द का अर्थ क्या है? दुख या पश्चाताप. यह हमें बाबूजी के बारे में पढ़ना है. बाबूजी. बाबूजी इसका एक कथापात्र है. कथापात्र का नाम है बाबूजी. बाबूजी आइए मैं पहुंचाई देता हूँ. एक रिक्शे वाले ने उसके नज़दीक आकर कहा, असलम अभी नहीं आएगा. क्या हुआ उसको? रिक्शे में बैठते हुए उसने लापरवाही से पूछा. पिछले 4-5 दिनों से असलम ही उसे दफ्तर पहुंचाता रहा था. बाबूजी, असलम नहीं रहा. क्या? उसे शौक सा लगा. कल तो भला चंगा था. उसके दोनों गुर्दों में खराबी थी. डॉक्टर ने रिक्शा चलाने से मना कर रखा था. उसकी आवाज़ में गहरी उदासी थी. कल आपको दफ्तर पहुंचाकर लौटा तो पेशाब बंद हो गया और अस्पताल ले जाते समय उसने रास्ते में ही दम तोड़ दिया था. आगे वो कुछ नहीं सुन सका. एक सन्नाटा ने उसे अपने आगोश में ले लिया. देखिए, ഇനി നമുക്ക് ഈ പാഠത്തെ പറ്റി പഠിക്കാം. പാഠത്തിൽ കഥാപാത്രത്തിൻ്റെ പേരാണ് നമ്മൾ പറഞ്ഞു ബാബൂജി. നമ്മൾ സാധാരണയായിട്ട് എല്ലാവരും ബാബൂജി ബാബൂജി എന്ന് വിളിക്കാറുണ്ടല്ലോ. അതേപോലെ ബാബൂജി ആയിയെ. ആയിയെ ആയിയെ എന്ന് പറഞ്ഞാൽ എന്താ? വന്നാലും നമ്മൾ റെസ്പെക്റ്റോട് കൂടിയിട്ട് വിളിക്കുമ്പോൾ ആയിയെ എന്നാണ് പറയുന്നത് അല്ലേ? അല്ലെങ്കിൽ വേറൊരു വാക്കുകൾ ബൈഠിന എന്ന് പറഞ്ഞാൽ ഇരിക്കുക. ബൈഠിയെ എന്ന് പറഞ്ഞാൽ എന്താ? ഇരുന്നാലും. പഠിന പഠിക്കുക. പഠിയെ പഠിച്ചാലും എന്ന്, പഠിച്ചാലും ഇരുന്നാലും എന്നൊക്കെ പറയുന്നത് വളരെ റെസ്പെക്റ്റോട് കൂടിയിട്ട് നമ്മൾ പറയുമ്പോഴാണ്. ഇതിൽ നമ്മൾക്ക് കുറച്ച് അപരിചിതമായ വാക്കുകൾ കാണാം. അതൊന്ന് നോക്കാം. പഹുഞ്ചായി ദേന. പഹുഞ്ചാന. പഹുഞ്ചാന शब्द का अर्थ क्या है? എത്തിക്കുക. പഹുഞ്ചാന എത്തിക്കുക. नज़दीक. नज़दीक शब्द का अर्थ क्या है? नज़दीक അടുത്ത്. पास അടുത്ത്. दफ्तर. दफ्तर ऑफिस. दफ्तर ऑफिस. भला चंगा. भला चंगा നല്ല ആരോഗ്യമുള്ള. ആവാസ് ശബ്ദം. ഗുർദ കിഡ്നി. ഖരാബി ഡാമേജ് കേടാവുക. ഉദാസി ഖിന്നത ദുഃഖം. അടുത്ത വാക്കാണ് ലൗട്ടിന. ലൗട്ടിന തിരിച്ചു വരിക, മടങ്ങി വരിക. പേശാബ് യൂറിൻ. അസ്പതാൾ ഹോസ്പിറ്റൽ ആശുപത്രി. രാസ്ത വഴി. ദം തോടിന അർത്ഥമാണ് മർന മരിക്കുക.
സന്നാട്ട നിശബ്ദത. ആഘോഷ്മേം ലേന കെട്ടിപ്പിടിക്കുക. ഇത്രയുമാണ് നമുക്ക് അപരിചിതമായ വാക്കുകൾ. നമുക്ക് പാഠം നോക്കാം. ബാബുജി ആയിയേ. ബാബുജി ആയിയേ. ബാബുജി വിളിക്കുകയാണ്. ആരാ വിളിക്കുന്നത് പറഞ്ഞില്ല. ബാബുജി ആയിയേ. ബാബുജി വാ വാ, വന്നാലും വന്നാലും, താങ്കൾ വന്നാലും എന്ന് റെസ്പെക്റ്റോടുകൂടി വിളിക്കുകയാണ് ബാബുജിയെ. മേ പഹുഞ്ചായേ ദേത്താഹും, ഞാൻ എത്തിച്ചു തരാം. പഹുഞ്ചിന എത്തുക, പഹുഞ്ചാന എത്തിക്കുക, മറ്റൊരാളെ എത്തിക്കുക. പഹുഞ്ചായേ ദേത്താഹും, ഞാൻ എത്തിച്ചു തരാം എന്ന് പറയുകയാണ്. ആരോട് പറയുന്നു? ബാബുജിയോട് പറയുകയാണ് ഞാൻ എത്തിച്ചു തരാം എന്ന്. ആര് പറഞ്ഞു എന്ന് നമുക്ക് നോക്കാം. एक रिक्शे वाले ने उसके नज़दीक आकर कहा. एक रिक्शे वाले ने, റിക്ഷേ വാലെ, റിക്ഷ. റിക്ഷ എന്ന് പറഞ്ഞാൽ ഒരു സൈക്കിൾ റിക്ഷയാണ്. നമ്മൾ ഇന്ന് ഇവിടെ കാണുന്നത് പോലെയുള്ള ഓട്ടോറിക്ഷയല്ല. നമ്മളൊരു പുസ്തകത്തിൽ ചിത്രം കാണാം, സൈക്കിൾ പോലെയുള്ള ബ്രേക്കൊക്കെ ആയിട്ട്, പക്ഷെ ബാക്കിൽ ഓട്ടോ പോലെയുള്ള നമുക്ക് ഇരുന്നിട്ട് യാത്ര ചെയ്യാൻ പറ്റുന്നതായ ഒരു വാഹനമാണ്. ഇപ്പോൾ റിക്ഷേവാല ആണ്. എന്ത് ചെയ്തു? ഉസ്കെ നസ്ദീഖ് ആക്കർ കഹ. നസ്ദീഖ് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? അടുത്ത്, പാസ്, നിയർ. അടുത്ത് വന്നിട്ട് പറഞ്ഞു അല്ലേ. കഹ എന്ന് പറഞ്ഞാൽ എന്താ? പറഞ്ഞു. ലിഖ എന്ന് പറഞ്ഞാൽ എഴുതി. ചല എന്ന് പറഞ്ഞാൽ നടന്നു. ഇതൊക്കെ പാസ്റ്റ് ടെൻസ് ആണ്, ഭൂതകാല രൂപമാണ്. കഹ, ലിഖ, പഠ എന്നൊക്കെ പറഞ്ഞാൽ. അപ്പോൾ ഇവിടെ എന്താ നമ്മൾ പറഞ്ഞിരിക്കുന്നത്? ഏക്ക് റിക്ഷേവാലേനെ ഉസ്കെ നസ്ദീഖ് ആക്കർ കഹ. ഒരു റിക്ഷേവാല വന്നിട്ട് അവരുടെ അടുത്ത് വന്നിട്ട്, റിക്ഷേവാല അവരുടെ അടുത്ത് വന്നിട്ട് പറഞ്ഞു. असलम अभी नहीं आएगा, क्या हुआ उसको? असलम नहीं आएगा, अब असलम नहीं आएगा, असलम വരില്ല അല്ലേ. असलम വരില്ല. क्या हुआ उसको? എന്ത് പറ്റി അവന്? असलम को क्या हुआ? रिक्शे में बैठते हुए उसने लापरवाही से पूछा. അപ്പോൾ ഇത്രയും പറഞ്ഞതുകൊണ്ട് വണ്ടിയിൽ കയറിയിരുന്നു, റിക്ഷയിൽ കയറിയിരുന്നു. എന്നിട്ട് ചോദിക്കുകയാണ് ക്യാ ഹുവാ ഉസ്കോ, അവൻ എന്ത് പറ്റി എന്ന് ചോദിച്ചു. അതെങ്ങനെ ചോദിച്ചതാണ്? ലാപർവാഹി സെ പൂച്ച. ലാപർവാഹി എന്ന് പറഞ്ഞാൽ അശ്രദ്ധ. ലാപർവാഹി അശ്രദ്ധ. അശ്രദ്ധയോടുകൂടി ചോദിച്ചു. ഓട്ടോ വണ്ടിയിൽ കയറിയിരുന്നു, റിക്ഷയിൽ കയറിയിരുന്നു. സൈക്കിൾ റിക്ഷയാണ്. സൈക്കിൾ റിക്ഷയിൽ കയറിയിരുന്നുകൊണ്ട് അശ്രദ്ധമായിട്ട് ചോദിച്ചു. पिछले 4-5 दिनों से असलम ही उसे दफ्तर पहुंचाता रहा था. पिछले 4-5 दिनों से असलम ही उसे दफ्तर पहुंचाता रहा था. കഴിഞ്ഞ, പിച്ചലെ എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ 4-5 ദിവസങ്ങളായിട്ട് അസ്ലം ഹി ഉസേ ദഫ്തർ പഹുഞ്ചാത്ത രഹാത്ത. അസ്ലമാണ് അവരെ, ബാബുജിയെ ദഫ്തർ എന്ന് പറഞ്ഞാൽ എന്താ? ഓഫീസിൽ എത്തിക്കാറുള്ളത്. 4-5 ദിവസങ്ങളായിട്ട് ഓഫീസിൽ എത്തിക്കാറുള്ളത് ആരാണ്? അസ്ലമാണ് അല്ലേ. असलम ही उसे 4-5 दिनों से दफ्तर पहुंचाता रहा था. बाबूजी असलम नहीं रहा. ബാബുജി അസ്ലം ഇല്ല, അസ്ലം ഇന്ന് ജീവിച്ചിരിപ്പില്ല. ക്യാ, ഇത് കേട്ടപ്പോൾ ബാബുജി ഞെട്ടിക്കൊണ്ട് ചോദിക്കുകയാണ്. ക്യാ, എന്തു പറ്റി? ക്യാ, എന്ത്? ഉസേ ഷോക്ക് സലക. ബാബുജിക്ക് ഒരു ഷോക്ക് തട്ടിയ മാതിരി ആയിപ്പോയി അല്ലേ. ഷോക്ക് തട്ടിയ പോലെ ആയിപ്പോയി. കൽ തോ ഭല ചങ്കാത്ത. ഇന്നലെ എങ്ങനെയായിരുന്നു? കൽ എന്ന് പറഞ്ഞാൽ അർത്ഥമാണ് ഇന്നലെ. ഇന്നലെ എങ്ങനെയായിരുന്നു? ഭല ചങ്കാത്ത. ഭല ചങ്ക എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താ? നല്ല ആരോഗ്യമുള്ള. ഇന്നലെ വരെ നല്ല ആരോഗ്യമുള്ള ആളായിരുന്നു.
उसके दोनों गुर्दों में खराबी थी. डॉक्टर ने रिक्शा चलाने से मना कर रखा था. അദ്ദേഹം റിക്ഷാക്കാരൻ എന്തു പറഞ്ഞു? ഉസ്കെ ദോനോ ഗുർദോ മേ ഖരാബി തി. ഇന്നലെ വരെ കണ്ട ആളായിരുന്നല്ലോ, അപ്പോൾ ഉസ്കെ ദോനോ ഗുർദോ മേ ഖരാബി തി. എന്നാലും കാണുമ്പോൾ നല്ല ആരോഗ്യമുള്ളത് തന്നെയായിരുന്നു. പക്ഷെങ്കിൽ ദോനോ ഗുർദോ മേ, ഗുർദ കിഡ്നി, ദോനോ ഗുർദോ മേ രണ്ട് കിഡ്നികളിലും ഖരാബി തി. ഖരാബി ഡാമേജ് ആയിരുന്നു, കേടായിരുന്നു. രണ്ട് കിഡ്നിയും തകരാറായിരുന്നു. ഡോക്ടറിനെ റിക്ഷ ചലാനെ സെ മനാ കർ രഖാ താ. ഡോക്ടർമാർ തന്നെ പറഞ്ഞിട്ടുള്ളതാണ് റിക്ഷ ഓടിക്കാൻ പാടില്ല എന്ന് പറഞ്ഞിരുന്നു. റിക്ഷ ചലാനെ സെ മനാ കർ രഖാ താ. മനാ കർണ തടയുക. ഡോക്ടർമാർ അസ്ലമിനെ റിക്ഷ ഓടിക്കാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് തടഞ്ഞിട്ടുണ്ടായിരുന്നു. ഉസ്കി ആവാസ് മേ ഗഹരി ഉദാസി ഥി. അവൻ്റെ വാക്കുകളിൽ ഗഹരി, ഗഹര എന്ന് പറഞ്ഞാൽ അഗാധമായ ഉദാസീന ഭാവമായിരുന്നു, ദുഃഖഭാവമായിരുന്നു ആ വാക്കുകളിൽ. കൽ ആപ്കോ ദഫ്തർ പഹുഞ്ചാക്കർ ലൗട്ട. ഇനി ഇന്നലെ എന്തൊക്കെ നടന്നു, ഇന്നലെ എന്തൊക്കെ സംഭവിച്ചു എന്നതാണ് പറയുന്നത്. കൽ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? ഇന്നലെ. കൽ എന്ന് പറഞ്ഞാൽ ഇന്നലെ എന്നും അർത്ഥമുണ്ട്, നാളെ എന്നും അർത്ഥമുണ്ട്. അപ്പം നമ്മൾ സെൻറ്റൻസിൽ ഏത് രീതിയിലാണ്, ഏത് കാലത്തിലാണ് ഉപയോഗിച്ചിരിക്കുന്നത് എന്നതിനനുസരിച്ചിട്ട് കൽ എന്ന് പറഞ്ഞാൽ ഇന്നലെ എന്നോ അല്ല നാളെ എന്നോ അർത്ഥം നമ്മൾ എടുക്കുന്നത്. അപ്പോൾ ഇവിടെ കൽ ആപ്കോ ദഫ്തർ പഹുഞ്ചാക്കർ ലൗട്ട. ലൗട്ട എന്ന് പറഞ്ഞാൽ തിരിച്ചു വന്നു. അപ്പോൾ കൽ എന്ന് പറഞ്ഞാൽ ഇന്നലെ എന്ന് എടുക്കണോ നാളെ എന്ന് അർത്ഥം എടുക്കണോ? തിരിച്ചു വന്നു, പാസ്റ്റ് ടെൻസ് ആണല്ലോ, തിരിച്ചു വന്നു. അതുകൊണ്ട് ഇന്നലെ തിരിച്ചു വന്നു എന്നല്ലേ പറയുക, നാളെ എന്ന് പറയാൻ പാടില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് കൽ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ സെൻറ്റൻസിൽ ഇന്നലെ എന്ന അർത്ഥം എടുക്കണം. പർസോം എന്ന് പറഞ്ഞാൽ എന്താ? മറ്റന്നാൾ എന്ന അർത്ഥവുമുണ്ട്, മിനിഞ്ഞാന്ന് എന്ന അർത്ഥവുമുണ്ട്. ഇതേപോലെ തന്നെ കൽ എന്ന് പറഞ്ഞാൽ ഇന്നലെ എന്നോ നാളെ എന്നോ നമ്മൾ അർത്ഥം ആ സെൻറ്റൻസിനനുസരിച്ചിട്ടാണ് എടുക്കുന്നത് എന്ന് പറഞ്ഞു. അതേപോലെ തന്നെയാണ് പർസോം എന്ന് പറഞ്ഞാലും മറ്റന്നാളെ എന്നും മിനിഞ്ഞാന്ന് എന്നും രണ്ടർത്ഥമുണ്ട്. ഇന്നലെ എന്തുണ്ടായി? കൽ ആപ്കോ ദഫ്തർ പഹുഞ്ചാക്കർ ലൗട്ട. ഇന്നലെ താങ്കളെ ഓഫീസിൽ എത്തിച്ചിട്ട്. പഹുഞ്ചാക്കർ, കർ എന്ന് ചേർക്കുമ്പോൾ ചെയ്തിട്ട് എന്നാണ് അർത്ഥം കിട്ടുക. പഹുഞ്ചാക്കർ എന്ന് പറഞ്ഞാൽ എത്തിച്ചിട്ട്. ലിഖ്കർ എന്ന് പറഞ്ഞാൽ എഴുതിയിട്ട്. പഠിക്കർ എന്ന് പറഞ്ഞാൽ പഠിച്ചിട്ട്. ചൽക്കർ എന്ന് പറഞ്ഞാൽ നടന്നിട്ട്. ചെയ്തിട്ട് എന്നർത്ഥം കിട്ടും. പഹുഞ്ചാക്കർ എന്ന് പറഞ്ഞാൽ എന്താ? എത്തിച്ചിട്ട്. ആപ്കോ ദഫ്തർ പഹുഞ്ചാക്കർ ലൗട്ട. താങ്കളെ ഓഫീസിൽ എത്തിച്ചിട്ട് തിരിച്ചു വന്നു. തിരിച്ചു വരുമ്പോൾ എന്തുണ്ടായി? തോ പേശാബ് ബന്ദ് ഹോ ഗയാ. പേശാബ് ബന്ദ് ഹോ ഗയാ. പേശാബ് യൂറിൻ ബന്ദ് ഹോ ഗയാ. യൂറിൻ പോകാതെയായി. നിങ്ങളെ ഓഫീസിൽ എത്തിച്ചു, തിരിച്ചു വരികയായിരുന്നു. തിരിച്ചു വരുമ്പോഴെന്തുണ്ടായി? പിന്നെ പേശാബ് ബന്ദ് ഹോ ഗയാ, യൂറിൻ പോകാതെയായി. अस्पताल ले जाते समय उसने रास्ते में भी दम तोड़ दिया था. अस्पताल ले जाते समय, യൂറിൻ പോകാതെയായപ്പോൾ, തീരെ വയ്യാതെയായപ്പോൾ എന്ത് ചെയ്തു? ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുകയാണ്. ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്ന വഴിയിൽ തന്നെ രാസ്തേ മേഹി, രാസ്ത എന്താ? വഴി. ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്ന വഴിയിൽ തന്നെ ദം തോട് ദിയ. ദം തോടിന അർത്ഥ ഹേ മർന. ദം തോടിന മർണ, മരിച്ചുപോയി. അപ്പോൾ വഴിയിൽ വെച്ച് തന്നെ അസ്ലം മരിച്ചുപോയി. അപ്പോൾ ഇന്നലെ ഇങ്ങനെയാണ് അസ്ലം മരിക്കപ്പെട്ടത് അല്ലേ? ഇന്നലത്തെ കാര്യങ്ങളെല്ലാം ആര് പറയുകയാണ്? റിക്ഷേവാലയാണ് പറയുന്നത്. ആരോട് പറയുന്നു? ബാബുജിയോട് പറയുന്നു. ആകെ വോ കുച്ച് നഹിം സുൻ സക.
പിന്നീട് ഈ കാര്യം കേട്ടപ്പോഴത്തേന് ഇന്നലെ എന്തൊക്കെ സംഭവിച്ചു, എന്നെ ഇന്നലെ വരെ കൊണ്ടാക്കിയ അസ്ലമായിരുന്നല്ലോ, അപ്പോൾ അസ്ലം ഇന്നില്ല എന്ന് പറയുമ്പോൾ പെട്ടെന്ന് മനസ്സിന് ഷോക്ക് തട്ടിയ മാതിരിയായി. പിന്നീട് കാര്യങ്ങൾ പറഞ്ഞെങ്കിലും കൂടിയും ഒന്നും കേൾക്കാൻ സാധിച്ചിരുന്നില്ല ബാബുജിക്ക്. ബാബുജി ഇതെല്ലാം കേൾക്കുന്നുണ്ടെങ്കിൽ പോലും ചെവിയിലൊന്നും കയറിയില്ല. ആകെ കുച്ചിനെയും സുൻസക. സക്കിന എന്ന് പറഞ്ഞാൽ എന്താ? സാധിക്കുക, കഴിയുക. ആകെ മുമ്പോട്ട്. പിന്നീടുള്ള കാര്യങ്ങളൊന്നും തന്നെ നെഹിം സുൻസക കേൾക്കാൻ സാധിച്ചില്ല, പിന്നെ ഒന്നും ചെവിയിൽ കയറിയില്ല. ഏക്ക് സന്നാട്ടേനെ ഉസെ അപ്പിനെ ആഘോഷമേ ലേലിയ. ഏക്ക് സന്നാട്ട നിശബ്ദത. ഏക്ക് സന്നാട്ടേനെ ഉസെ അപ്പിനെ ആഘോഷമേ ലേലിയ. ഒരു സന്നാട്ടയാണ്, ഒരു നിശബ്ദതയാണ് അവനെ കെട്ടിപ്പിടിച്ചത്. പിന്നീട് എന്തുണ്ടായി? ഒരു സൈലൻസ് ആയിരുന്നു, നിശബ്ദതയായിരുന്നു. നിശബ്ദത കെട്ടിപ്പിടിച്ചു എന്ന് പറഞ്ഞാൽ എന്താ? ബാബുജി പിന്നെ നിശബ്ദനായിരുന്നു. പിന്നീടുള്ള ഒരു കാര്യങ്ങളും കേട്ടതുമില്ല, ഒന്നും സംസാരിച്ചതുമില്ല. ഒരു നിശബ്ദനായി ഇരിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. ഇതാണ് ഇന്നലെ ഉള്ള സംഭവം കേട്ടപ്പോൾ ബാബുജിക്ക് ഇന്ന് അനുഭവപ്പെട്ടത്. പിന്നീടൊന്നും കേട്ടില്ല. ഇന്നാണ് കാര്യങ്ങൾ അറിയുന്നത്. ഇന്നാണ് അറിയുന്നത് അസ്ലം ജീവിച്ചിരിപ്പില്ല എന്നു കാര്യം. അപ്പോൾ ഇന്നലത്തെ കാര്യങ്ങളൊക്കെ ഇനി ഓർക്കുകയാണ്. कल की घटना उसकी आंखों के आगे सजीव हो उठी. कल की घटना, ഇന്നലത്തെ സംഭവം അവരുടെ കണ്ണുകളിൽ സജീവ് ഹോന, ജീവൻ തുളുമ്പുന്നത് പോലെ ആയി. അതായത് കണ്ണുകളിൽ ഇന്ന് നമ്മൾ പ്രത്യക്ഷത്തിൽ കാണുന്നത് പോലെ ഉള്ള ഒരു അനുഭവം ഉണ്ടായി. ഇന്നലത്തെ അനുഭവം ഇന്ന് ഓർത്തെടുക്കുകയാണ്. കൺമുമ്പിൽ കാണുന്നത് പോലെയുള്ള അനുഭവം അദ്ദേഹം ഓർത്തെടുക്കുന്നു. അപ്പോൾ ഇന്നത് എന്തൊക്കെ മനസ്സിലായി? അസ്ലം കോൻ ഹേ? അസ്ലം ആരാണ്? അസ്ലം ഏക്ക് റിക്ഷേവാല ഥ. ഒരു റിക്ഷേവാല ആയിരുന്നു അല്ലേ? ഇന്നലെ വരെ റിക്ഷേവാല ആയിരുന്നു. ഇന്ന് ഒരു റിക്ഷേവാലയെ നമ്മൾ കാണുന്നുണ്ട്. യഹ് ഏക്ക് നയാ റിക്ഷേവാല ഹേ. യഹ് നയാ റിക്ഷേവാല അസ്ലം के बारे में बताता है. किससे बताता है? बाबूजी से बताता है. बाबूजी है यात्री. यात्रा करने वाला कौन है? बाबूजी हैं. बाबूजी रिक्शे वाले के रिक्शे में बैठते हुए यात्रा कर रहे हैं. ബാബുജി റിക്ഷവാലയുടെ വണ്ടിയിൽ കയറിയിരുന്നു കൊണ്ട് യാത്ര ചെയ്യുകയാണ്. യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പറഞ്ഞു, ഇന്ന് കാത്തു നിന്നിട്ട് കാര്യമില്ല, നിങ്ങൾ വാ, എൻ്റെ വണ്ടിയിൽ കയറിക്കോളൂ, അസ്ലം ഇന്നില്ല അല്ലേ? അപ്പോഴെന്തുണ്ടായി? അപ്പോൾ എന്തുണ്ടായി എന്ന് ചോദിച്ചു. ആശ്ചര്യപ്പെട്ടുകൊണ്ട് ചോദിക്കുകയാണ്, അസ്ലമിന് എന്തു പറ്റി? അപ്പോഴാണ് ഇന്നലത്തെ കാര്യങ്ങൾ റിക്ഷേവാല പറഞ്ഞു കൊടുക്കുന്നത്. റിക്ഷേവാല എന്തൊക്കെ പറഞ്ഞു കൊടുത്തു? ഇന്നലെ വരെ നല്ല ആരോഗ്യമുള്ള ആളായിരുന്നു, പക്ഷെങ്കിൽ അവൻ്റെ ദോനവും ഗുർദെ എങ്ങനെയായിരുന്നു? ഗുർദെ ഖരാബി ഥി. ഇന്നലെ നല്ല ആരോഗ്യമുണ്ടെങ്കിൽ പോലും 2 കിഡ്നിയും കേടായിരുന്നു. പുറമെ കാണുമ്പോൾ നമുക്ക് ഒന്നും അറിഞ്ഞില്ല. ഈ വാക്കുകൾ കേട്ടപ്പോൾ ഉദാസീന ഭാവമാണ് ഉണ്ടായത്. ഇന്നലെ ദഫ്തറിൽ കൊണ്ടു ചെന്നു ആക്കി, അതിനുശേഷം തിരിച്ചു വരികയായിരുന്നു. യൂറിൻ പോകാതെയായി ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്ന വഴിയിൽ മരിക്കുകയും ചെയ്തു. പിന്നീടുള്ള കാര്യങ്ങളൊന്നും തന്നെ പറഞ്ഞതൊന്നും തന്നെ ആർക്ക് കേൾക്കാൻ പറ്റിയിരുന്നില്ല. ആരുടെ ചെവിയിൽ കയറിയില്ല? ബാബുജിയുടെ ചെവിയിൽ ഒന്നും തന്നെ കയറിയിരുന്നില്ല. ഇത്രയുമാണ് ഇന്ന് നമുക്ക് പഠിച്ചത്. ഇനി ഇതിൻ്റെ ബാക്കി ഭാഗം അടുത്ത ക്ലാസ്സിൽ നോക്കാം.